ഹരി ഓം നമസ്തേ. കുറച്ച് ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. മെസ്സേജോ കാര്യങ്ങളൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമുക്കിന്ന് അശ്വതി, ഈ മാസത്തിലെ അശ്വതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മാസത്തിൽ പുതിയ തുടക്കങ്ങൾ, അതായത് ഏസ് ഓഫ് ഫാൻസ് ആണ്. അപ്പോൾ പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. എടുത്ത് ചാടരുത്, ആലോചിച്ചിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ പുതിയ ഐഡിയാസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഹെൽത്ത്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ദിവസമാകാനുള്ള സാധ്യത, നല്ല മാസമാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിൽ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ അതുപോലെ വിദേശ യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ബിസിനസ്സിനോ അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് അതൊന്നും എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് സെക്കൻഡ് ഹാഫ്, ഈ മന്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ അതിനോട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ആർഗ്യുമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇൻകം, വരുമാനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻകം വരും, പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസും അതിന് കണക്കായിട്ടുള്ളത് ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് കണക്കായിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള എക്സ്പെൻസിന് സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചിലവഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നിൽക്കാതിരിക്കുക. ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം പലരും ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിലും അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ ചെറിയ ചെറിയ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ. റിലേഷനിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ഹാഷായിട്ടുള്ള വേർഡ്സ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു മിഡ്-മന്തിന് ശേഷം, അതായത് ഒരു 15-ാം തീയതിക്ക് ശേഷമൊക്കെയാണ് ഫാമിലീൻ്റെ സപ്പോർട്ട് ശരിക്കും നിങ്ങൾക്ക് ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ജോലിയുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ കുറച്ചുകൂട്ടി നിങ്ങൾ മെൻ്റൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത് ഒരു മിഡ്-മന്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. പറ്റുന്നിടത്തോളം നിങ്ങളൊരു വൈറ്റ് ഫ്ലവർ നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വൈറ്റ് ഫ്ലവർ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കുക. ഓക്കെ. അതുപോലെ സാറ്റർഡേകളിൽ പശുക്കൾക്ക് അല്ലെങ്കിൽ ഒരു ഡൊണേഷനൊക്കെ, ആർക്ക് പാവപ്പെട്ടവർക്ക് ഡൊണേഷൻ അല്ലെങ്കിൽ പശുക്കൾക്കോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. വെനസ്ഡേ നിങ്ങൾക്ക് മിക്കവാറും ലക്കി ഡേ ആവാൻ, എല്ലാ വെനസ്ഡേകളും ലക്കി ഡേ ആയിട്ട് മെയിനായിട്ട് വെനസ്ഡേ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. സ്ലീപ്പിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. ഓവർ തിങ്കിങ്ങുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങളുടെ മന്ത്രം നിങ്ങൾക്കറിയായിരിക്കും, ഓം അശ്വിനീഭ നമ എന്നുള്ളത്, ഓം അശ്വിനീഭ്യം നമ എന്നുള്ളത് എല്ലാ വെനസ്ഡേകളിലും സാറ്റർഡേകളിലും ചാന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഓം അശ്വിനീഭ്യം നമ എന്നുള്ളത് അത് നിങ്ങൾക്കറിയുന്നതായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് വലിയ മോശമല്ല, പക്ഷേ എക്സ്പെൻസ് കുറച്ച് ഓവറായിരിക്കും ഈ മാസം. അത് വളരെയധികം